നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാല് തന്നെ ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ജാസ്മിൻ സുശീലച്ചോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. സുശീലേ, ഇതൊക്കെ ഒരു നാടകമല്ലേ? നാടകോ? പറയാം. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം, ഗംഭീരം. ഗാർഗി, നീ എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നല്ലോ. ഞാനേ ജാസ്മിനെ പെണ്ണാണാൻ വന്ന ചെക്കനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്തു പറ്റി? ആ പയ്യനെ കണ്ടിട്ട് പാർവതിക്ക് എന്തു തോന്നുന്നു? എനിക്ക് അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ തന്നെ എന്റെ അഭിപ്രായത്തിന് ഇവിടെ എന്താ പ്രസക്തി? നിനക്ക് അയാളെ കുറിച്ച് എന്തോ പറയാനുള്ള പോലെ തോന്നുന്നല്ലോ. നീ അത് പറയ. എനിക്ക് അവൻ ആളത്ര പന്തി അല്ലാത്തതുപോലെയാ തോന്നുന്നേ. എനിക്കെന്തോ അവനെ അങ്ങോട്ട് ബോധിച്ചില്ല. അത് കൊള്ളാം. എന്റെ പൊന്ന് ഗാർഗി, നിനക്കല്ലല്ലോ അവനെ ബോധിക്കേണ്ടത്, ജാസ്മിൻ അല്ലേ? ജാസ്മിന് അയാളെ ബോധിച്ചല്ലോ, പിന്നെന്താ? അവൾക്ക് ബോധിക്കുകയോ ബോധിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ അവൻ ആളത്ര ശരിയല്ല. അവന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു വശപ്പിശക്. മാത്രമല്ല, ജാസ്മിനെ കണ്ട ഉടനെ തന്നെ ഒന്നും ആലോചിക്കാതെ അവൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. അതൊരു പക്ഷേ അവൻ ജാസ്മിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയതുകൊണ്ടാണെങ്കിലോ? പിന്നെ ഇതൊന്നുമല്ല, അവനൊരു ഫ്രോഡ് തന്നെയാ. അവനെ ഞാൻ എവിടെയോ കണ്ടതുപോലെ. അവനെ ഞാൻ എവിടെയാ കണ്ടത്? എവിടെയോ കണ്ടിട്ടുണ്ട്. പിടികിട്ടി, ഇപ്പൊ പിടികിട്ടി. ഇവനെ ഞാൻ കണ്ടതേ സോഷ്യൽ മീഡിയയിലാ. ഇവ പെണ്ണുങ്ങളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്നവനാ. ഇതവൻ തന്നെ, ഇതവൻ തന്നെയാ. ഉറപ്പാണോ? ഉറപ്പ്, ഉറപ്പ്. എന്നാ പിന്നെ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. പാടില്ല. ഇവനെ പൊക്കണം. പാർവതി എന്റെ കൂടെ നിൽക്കൂ. ഞാനുണ്ട് നിന്റെ ഒപ്പം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.